ഏഷ്യാനെറ്റിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്ത് ആദില കരയുന്നു, അനു കരയുന്നു, നൂറയുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിനകത്ത് ഇന്നത്തെ ഈ പ്രശ്നത്തിന് മൊത്തത്തിൽ കാരണമെന്ന് പറഞ്ഞാൽ സാബുമാൻ തുടങ്ങി വെച്ചൊരു സംഭവം, അത് ഫുഡിൻ്റെ കാര്യമായിരുന്നു. പക്ഷേ ഇതിനകത്ത് ആണിക്കല്ല് ഷാനവാസാണ്. ഷാനവാസും ആദിലയും കൂടെ ചർച്ച ചെയ്ത് അനുവിനെതിരെ ഷാനവാസ് ആദിലെ തിരിച്ചു വിട്ടതാണ് ഇന്നത്തെ വഴക്ക് മുഴുവൻ ഉണ്ടാവാൻ കാരണം. ഷാനവാസിന് അത് കഴിഞ്ഞപ്പോൾ ഇവർ വൈകിട്ടൊരു മീറ്റിംഗ് ഉണ്ടല്ലോ ക്യാപ്റ്റൻ്റെ, ആ സമയത്ത് വ്യക്തമായിട്ട് അതിനകത്ത് ശരിയും തെറ്റും ഒന്നും ഇവർ നോക്കുന്നില്ല. അവരവരുടെ ഒരാളെ ട്രിഗർ ചെയ്യാൻ വേണ്ടി അവരവരുടെ ഭാഗം ന്യായം പറഞ്ഞിട്ട് അത് ശരിയാക്കി സംസാരിക്കുന്ന ഒരു നിലപാടാണ് കാണുന്നത്. അനുമോള് ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അനുമോളുടെ ഭാഗത്ത് വ്യക്തമായ തെറ്റുകളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഊതിപ്പെരുപ്പിക്കാനും കാരണക്കാരായവരെ എഴുന്നേറ്റ് നിന്ന് ഷാനവാസിനെ പോലെ ഒരു പക്വത വേണ്ട ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ ഒരു പെൺകുട്ടിയോട്, ഒരു പെണ്ണാണോ ആരായിക്കോട്ടെ, ഒരു കണ്ടസ്റ്റൻറ്റിനോട് ഇങ്ങനെയൊക്കെ നിലപാടില്ലാത്ത രീതിയിലും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടും കുത്തിത്തിരിപ്പിൻ്റെ ഒരു മാനസികാവസ്ഥയിൽ സംസാരിക്കുന്ന കാണുമ്പം പുച്ഛം തോന്നുക ഷാനവാസേ. ഇതാണ് ഒരു വ്യക്തിത്വം. നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളവരാണ് ഞങ്ങൾ. പക്ഷേ കാണുന്നത് ശരിയും തെറ്റും തന്നെയാണെന്ന് പറയും. ഇന്ന് ഷാനവാസ് കാണിക്കുന്നതും ചെയ്യുന്നതൊക്കെ അങ്ങ് അറ്റം മോശമായ കാര്യമാണ്. അതിനെക്കാട്ടിൽ കൂടുതലാണ് ഈ ആദില കാണിക്കുന്നത്. ആദില എന്തു പറയുന്നോ അത് മാത്രം ശരിയാക്കി കാണിക്കുന്ന നൂറ കാണിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ ഇടയിൽ നിന്ന് ചോര കുടിക്കാനായിട്ട് നിൽക്കുന്ന 2 പേരുണ്ട്, അക്ബറും നെവിനും. നെവിൻ പക്ഷെ ഒരു പൊടിക്ക് ഒതുങ്ങിയിട്ടുണ്ട്, എങ്കിലും അറിയാതെ ചില സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പുറത്തു വരുന്നുണ്ട്. അങ്ങനെ രക്തം കുടിക്കാൻ നിൽക്കുന്ന 2 പിശാചുക്കളെ പോലെ ഉള്ള 2 പേരാണ് അക്ബറും നെവിനും. ഇതിനകത്ത് അപ്പുറവും ഇപ്പുറവും ചവിട്ടി 2 വള്ളത്തിലും കാല് വെച്ച് വ്യക്തമായൊരു നിലപാടില്ലാതെ നാരദൻ്റെ പ്രവൃത്തി കാണിക്കുന്ന സാബുമാൻ. എന്തിൻ്റെ ബേസിലാണ് സാബുമാൻ നിന്ന് പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിനകത്ത് PR ഉള്ളത് സാബുമാൻ മാത്രമാണ്. കാരണം ബാക്കി എല്ലാവരും അവരുടേതായ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ കൊടുക്കുകയും ആക്റ്റീവായി നിൽക്കുകയും അറ്റ്ലീസ്റ്റ് ഗെയിമിലെങ്കിലും ഫിസിക്കലി അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. ഇതൊന്നുമില്ലാതെ ഒരു മരവാഴയെ പോലെ തിന്നാൻ മാത്രമായിട്ടും കുത്തിത്തിരിപ്പ് അപ്പുറം ഇപ്പുറം ഈ നാരദൻ്റെ പണി ചെയ്യാനുമായിട്ട് മാത്രം വന്നിരിക്കുന്ന സാബുമാൻ എങ്ങനെയാണ് നിന്ന് പോകുന്നത്? വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും PR ഉണ്ടെന്ന്. അനുമോളുടെ PR-നെ കുറിച്ച് പറയുമ്പോൾ, അല്ലെ അനീഷിൻ്റെ PR-നെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. 16 ലക്ഷം രൂപ വാങ്ങിയ അനുമോളുടെ PR ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനീഷിനുള്ള PR ആയിക്കോട്ടെ, അല്ലെങ്കിൽ XOR ആരുടെ PR ആയിക്കോട്ടെ, എന്തായാലും ഞാൻ വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇവർക്ക് ആർക്കും അല്ല, എനിക്കിഷ്ടമുള്ള തോന്നുന്ന നല്ലതെന്ന് തോന്നുന്നത് അധികം അവിടെ ഡ്രാമ കളിക്കാത്ത ആൾക്കാരെ നോക്കിയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ എന്നെ ആരും PR പൈസ തരാമെന്ന് പറഞ്ഞാൽ സമീപിച്ചിട്ടില്ല. അങ്ങനെ ഇത്രയും കോടി ജനങ്ങൾ കേരളത്തിലും പുറത്തുമായിട്ട് ജീവിക്കുന്നിടത്ത് അനുമോള് 16 ലക്ഷം കൊടുത്തുകൊണ്ടില്ല എത്ര PR-നെ ചെല്ലുമെന്നാണ് നിങ്ങൾ പറയുന്നത്? അതുമാത്രമല്ല, ഈ വോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ വീട്ടമ്മമാരോ അല്ലെങ്കിൽ കുറച്ച് പ്രായമുള്ളവരോ ഒക്കെ ഈ അനുമോള് നിങ്ങളിടുന്ന സോഷ്യൽ മീഡിയയിൽ അനുമോളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണോ? ഞങ്ങളൊന്നും കാണുന്നില്ല. ഞാൻ ഈ ബിഗ് ബോസ് ഷോ അല്ലാതെ ഈ പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആര്യൻ്റെ ഇൻ്റർവ്യൂ മാത്രമാണ് ഞാൻ മൊത്തം കണ്ടത്. ഒരാളുടെ ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങളിതിൽ പറയുന്നതിൽ ലോജിക്ക് എന്താണ്? എന്ത് PR ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? ആരെങ്കിലും PR-ന് പൈസ കൊടുത്തിട്ട് 10,000 1,000 വോട്ട് കിട്ടുമായിരിക്കും. ബാക്കി പൈസ അവർക്ക് നഷ്ടമായെന്നല്ലേ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ ഒരാളുടെ ക്ലിപ്പിങ്സ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അതാണോ മനുഷ്യർ? സാമാന്യ ബോധമുള്ള മനുഷ്യരാണ് കേരളത്തിലുള്ളത് മൊത്തം. അതിനൊരു PR-ന് ഒരാളുടെ ഒരു കണ്ടന്റ് എടുത്തിട്ട് കൊടുത്താൽ അതിൽ വീഴുന്നവരല്ല. എസ്പെഷ്യലി ഇപ്പോൾ ഈ പറയുന്ന പോലുള്ള ഷോ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ റിയലൈസ് ചെയ്യുന്നത് എന്താണെന്ന്. അല്ലാണ്ട് വെറുതെ PR എന്ന് പറഞ്ഞ് എന്ത് അർത്ഥമാണ്? ഇന്ന് ആദിലെ നൂറയൊക്കെ വ്യക്തമായിട്ട് ആദിലെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. എന്ത് വൃത്തികെട്ട സ്വഭാവമാണ് അതിൽ? നിങ്ങൾക്കൊരു കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡ് വേണ്ടേ? വളരെ മോശം ആദിലയുടെ സ്വഭാവം, വളരെ മോശം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കൂട്ട് അവരുടെ ജെൻഡർ എന്തോ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതോ അല്ല. ലക്ഷ്മി പറഞ്ഞ കാര്യത്തോട് എതിർപ്പുള്ള ഒരാളാണ് ഞാൻ. ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൽ ഇങ്ങനെയുള്ള സ്വഭാവം ആണെങ്കിൽ, അതായത് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു ജെന്യൂനിറ്റിയെ ഹനിക്കുന്ന രീതിയിലുള്ളൊരു സ്വഭാവമാണ്, വാക്കുകളാണ് വരുന്നതെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റത്തില്ല ഇങ്ങനെയുള്ള ആളിനെ. വളരെ മോശം.